അതെ കുറച്ച് ഇറങ്ങി. അല്ല സന്തോഷമല്ല, ഇപ്പോൾ ഇത്ര ദിവസങ്ങൾ നിന്നല്ലോ. അതാണ് ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. അപ്പൊ ആ ഗെയിം ഷോയില് 75 ദിവസം നിൽക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. 75 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം. അതെ മൊബൈൽ ഫോൺ ജീവിക്കാന്ന് പറയുമ്പോ അപ്പൊ 77 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ, അല്ലെങ്കിൽ 70 ദിവസം ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയയ്ക്കും, വ്യക്തിപരമായിട്ട് വോട്ടുകൾ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഇറങ്ങി ചേട്ടാ, ഈ വിമർശനങ്ങളോട് ചേട്ടന് എന്താണ് പറയാനുള്ളത്? അഖിൽമാരാർ ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് ചീത്ത പറയുന്ന കാര്യങ്ങളൊക്കെ അല്ല, നമുക്കത് വ്യക്തമായുള്ള ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചോദിച്ചത്. അഖിൽമാരാരുടെ സംസ്കാരം എന്താണ്, അഖിൽമാരാർ എന്നെ വിളിച്ചത്. അപ്പൊ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും. അവർ ആ രീതിയിലാണ്. അത് അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ എന്നെ വളർത്തിയ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. ഇപ്പൊ പറയുന്നില്ല. പോയെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ സോറി അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ തല്ലാൻ വേണ്ടിയല്ല വന്നത്. അതിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് അയച്ച വോയിസ് മെസ്സേജ് അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. ഈ വോയിസ് ഞാനും അല്ല പുറത്തുവിട്ടത്, ഇത് അഖിൽ തന്നെയാണ് ആദ്യം പുറത്തുവിട്ടത്. ഞാൻ എന്നെ തെരുവ് വിളിച്ച വോയിസ് ഞാനല്ല. ഏറ്റവും രസം അതാണ്. എന്നിട്ട് അഖിലിനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ച് പറയാവുന്ന ഒരാള്, അയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ഫാൻസുകാര്. കേരളം എങ്ങോട്ടാണ് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും കാണാം, മറ്റൊരവസരത്തിൽ ഇതിനെ കുറിച്ച് പറയാം.